السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين ما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. صدق الله العظيم. قال رسول الله صلى الله عليه وسلم لا يلج النار رجل بكى من خشية الله حتى يعود اللبن في الضرع. رواه الترمذي. صدق رسول الله صلى الله عليه وسلم. ولا تضحك مع السفهاء يوما فإنك سوف تبكي إن ضحكت ومن لك بالسرور وأنت رهن وما تدري أتفدى أم غللت ولو بكت الدماء عيناك خوفا لذنبك لم أقل لك قد أمنت ومن لك بالأمان وأنت عبدو أمرت فما ائتمرت ولا أطعت. واعلموا ഉമ്മത്ത സയ്യിദന മുഹമ്മദ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ നല്ല ഒരു പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് നമ്മൾ ഏകദേശം അത് അവസാനിച്ചു എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും അതിന്റെ ആ ഒരു മാസ്മരികതയിൽ നമ്മൾ കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷമാണ് ഇപ്പോ വിനീതനായ ഞാൻ ഏതാനും ചില മിനിറ്റുകൾ നിങ്ങളോട് ചില പ്രധാനമെന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെക്കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവന്റെ ദീൻ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തു തൂറിലെ 25 മുതൽ 28 കൂടിയ ആയത്തുകളാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. സ്വർഗാവകാശികളായ ആളുകൾ പരസ്പരം ചോദിക്കുന്ന, പരസ്പരം പറയുന്ന ചില കാര്യങ്ങളാണ് ആ ആയത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവർ സ്വർഗത്തിലെത്താനും ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കുന്നവരാകാനുമുള്ള കാരണങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്.
ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങൾ ഞങ്ങളുടെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ കഴിയുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് വളരെ ഭയപ്പാടോടുകൂടി ജീവിച്ചിരുന്ന ആളുകളാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അതുകാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വർഷിച്ചു തരികയും അവന്റെ അതികഠോരമായ ശിക്ഷയുടെ സങ്കേതമായ നരകത്തെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു. ഞങ്ങൾ മുമ്പ് ഭൂമിയിലായിരുന്നപ്പോൾ അവനോട് ദുആ ചെയ്യുന്ന പ്രകൃതക്കാരായിരുന്നു. ഞങ്ങൾ അവനോട് സ്ഥിരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നഹു ഹുവൽ ബറൂർ റഹീം. ഞങ്ങളുടെ റബ്ബ് അവൻ ഗുണവാനും കാരുണ്യവാനുമാകുന്നു എന്ന് സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ പരസ്പരം അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അത് പരസ്പരം പങ്കുവച്ചു സംസാരിക്കുമെന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. സ്വർഗത്തിൽ അവർ കടക്കാനുണ്ടായ കാരണം, ആ വലിയ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടാനുണ്ടായ കാരണം അവർ ഭൂമിയിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങളുടെ അഹ്ലുകാരിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ മതിമറക്കാതെ ആ അനുഗ്രഹം ചെയ്തു തന്ന അനുഗ്രഹദാതാവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ആ അനുഗ്രഹം നേരായ വഴിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ. ഈ അനുഗ്രഹം ഞങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ അതിരുകടന്നു പോകുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ ഞങ്ങൾ വിനിയോഗിക്കുന്നത് നിയമവിധേയമല്ലാതെ ആയിത്തീരുന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളിൽ ഭയപ്പാടോടുകൂടി കഴിഞ്ഞിരുന്നവരാണ് സ്വർഗത്തിലെത്തിയവർ. സ്വർഗത്തിലെത്താൻ അത്തരത്തിലുള്ള ചിന്ത അനിവാര്യമാണ് എന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സഹോദരന്മാരെ, ഞാൻ മൈക്കിലുണ്ടോ? മൈക്കിലുണ്ടോ? ആരെങ്കിലും ഉണ്ടവിടെ? ഉണ്ട്. അപ്പൊ ഉണ്ട്. ഇനി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അത് മതി. ഞാനൊരളക്കമല്ലാതായപ്പോഴേ ഈ ഗർഭത്തിലുള്ള കുട്ടികളെ ഇളകാതിരുന്ന അമ്മക്ക് വലിയ ബേജാറാണല്ലോ. ഗർഭത്തിലുള്ള കുട്ടി ഒരു ദിവസം ഒന്ന് ഇളക്കം കണ്ടില്ലെങ്കിൽ ആ അമ്മക്ക് വലിയ ബേജാറാ. അതേപോലെ ഒരിളക്കം കാണാത്തത് കൊണ്ട് ഞാന് ചോദിച്ചതാണ്. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പറഞ്ഞത് സ്വർഗസ്ഥരായ ആളുകൾ സംസാരിക്കുന്ന രീതി, അവർ സ്വർഗത്തിലെത്താനുണ്ടായ കാരണം അവർ പറയുന്നത് ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. അങ്ങനെ ജീവിച്ചതിന്റെ പേരിൽ ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു ഞങ്ങളുടെ മേൽ അവന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ വർഷിച്ചു തന്നു. വവഖാനാ അദാബസ്സമൂം, അവന്റെ ശിക്ഷയുടെ സങ്കേതമായ നരകത്തെ തൊട്ട് ഞങ്ങളെ അവൻ കാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു ഗുണം, അല്ലെങ്കിൽ രണ്ടാമത് അവർ ജീവിച്ചിരുന്ന ഒരു ശൈലിയെ അവർ പറയുന്നത് ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു, ഞങ്ങൾ മുമ്പ് അവനോട് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സ്വർഗത്തിൽ കടന്ന ആളുകൾ പരസ്പരം എടുത്തു പറയുന്ന രണ്ട് വലിയ അനുഗ്രഹങ്ങൾ, അഥവാ അവർക്ക് ദുന്യാവിൽ ചെയ്യാൻ സാധിച്ച വലിയ രണ്ട് കർമ്മങ്ങൾ അവർ പറയാണ്. ഒന്ന്, അവർ ഭയപ്പാടോടുകൂടെയാണ് ജീവിച്ചത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ
ഏതൊരു സന്ദർഭത്തിലും, അമല് ചെയ്യുന്ന സന്ദർഭത്തിലും തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലും ഒക്കെ അള്ളാഹുവിനെ പേടിക്കുക. തെറ്റുകൾ തീരെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റുമായി ബന്ധപ്പെടേണ്ടി വന്നാൽ വിവരക്കേടുകൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടോ ഹവൻ നഫ്സിന് വഴങ്ങിക്കൊണ്ടോ ഒക്കെ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാകും. അള്ളാഹുവെ, ഞാനിത് ചെയ്യുന്നത് നീ കാണുന്നുണ്ടല്ലോ, ഇതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ തമ്പുരാനെ എന്നുള്ള ഒരു പ്രാർത്ഥനയും, ആ ശിക്ഷിക്കൊല്ലോ റബ്ബേ, ഇത് അള്ളാഹു താല ഇഷ്ടപ്പെടാത്ത കാര്യമാണല്ലോ ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ള ഒരു ബേജാറും ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അത് ഒരു വിജയത്തിന്റെ അടയാളമാണ്. അങ്ങനെ സ്ഥിരമായ ഒരു ബേജാർ ഒരു മനുഷ്യന്റെ ഉള്ളിൽ, അത് ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കണതല്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവനെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കണം. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈമാനിന്റെ ലക്ഷണമാണ്, നന്നാകുന്നതിന്റെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും പേടി വേണം. അള്ളാഹുവെ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നീ എനിക്ക് ചെയ്തു തന്നത് തമ്പുരാനെ ജിന്നെ പരീക്ഷിക്കാണോ? പരിശുദ്ധമായ റമളാൻ അവസാനിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ റമളാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ നമുക്ക് അവസരങ്ങൾ തന്നു. സഹോദരന്മാരിൽ പലരും ഒരുപാട് ഇബാദത്തുകൾ ചെയ്തവരുണ്ടാകും. ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്നതാണ്. ഞാൻ ഒരുപാട് ചെയ്തു എന്ന് ചാരിതാർത്ഥ്യപ്പെടുന്നതിന്റെ മുമ്പ് അവൻ ആലോചിക്കേണ്ടത്, അല്ലാഹുവേ, എന്നെപ്പോലെ ഒരുപാട് സഹോദരന്മാർ എന്റെ ചുറ്റും കഴിയുന്നുണ്ടല്ലോ റബ്ബേ, അവർക്കൊന്നും കൊടുക്കാത്ത വലിയ അനുഗ്രഹമാണല്ലോ എനിക്ക് നീ ചെയ്തു തന്നത്. നിന്നെ കുറച്ചു നേരമെങ്കിലും വഴിപ്പെടാൻ എനിക്ക് നീ അവസരം തന്നല്ലോ. ഇത് റബ്ബേ നാളെ നീ എന്നോട് ചോദിക്കുമല്ലോ, ഇത് നീ സ്വീകരിക്കണേ റബ്ബേ. ഇതിന് അവസരം തന്നിട്ട് അത് വേണ്ട പോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുമല്ലോ അല്ലാ. നീ എനിക്കൊരു അവസരം തന്നിട്ട് അതിൽ ഇഖ്ലാസോടുകൂടെ അത് ചെയ്തു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അത് ഞാൻ വളരെ മോശമായിട്ടാണല്ലോ തമ്പുരാനെ എന്നുള്ള ഒരു ചിന്ത എന്നെ പിടികൂടിയാൽ അത് വിജയത്തിന്റെ ലക്ഷണാണ്. ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഞങ്ങൾ ഞങ്ങളുടെ അഹ്ലുകാരിൽ കഴിയുന്ന സമയത്ത്, ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പേടിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അല്ലാഹു തആല ശിക്ഷിക്കുമോ എന്ന പേടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ അദബുകേട് കാണിക്കുന്നുണ്ടോ, വഴിവിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതിൽ ഞങ്ങൾ നിയമം ലംഘിക്കുന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളിൽ അവർ പേടിച്ചിരുന്നവരാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാത്തതിനെക്കുറിച്ചും അവർക്ക് പേടിയുണ്ടായിരുന്നു. അള്ളാഹുവെ, ഈ പരിശുദ്ധമായ റമളാനായിട്ട് പോലും എനിക്ക് 4 റക്അത്ത് ളുഹറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലാ. പരിശുദ്ധമായ റമളാനായിട്ട് പോലും അല്ലാഹുവേ, ഇബാദത്തിന് ഇത്രമാത്രമൊക്കെ പ്രതിഫലം നീ വാഗ്ദത്തം ചെയ്തിട്ടും, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാനിന്റെ രാത്രിയിൽ നിസ്കാരം നിർവഹിച്ചാൽ, റമളാനിലുള്ള പ്രത്യേക നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് നിന്റെ ഹബീബായ റസൂൽ എനിക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടും ഈ റമളാനിൽ പോലും കൃത്യമായിട്ട് തറാവീഹ് നിസ്കരിക്കാൻ ഞാൻ പോയിട്ടില്ലല്ലോ അല്ലാഹ് എന്നുള്ള പേടി നമ്മളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിസ്കരിക്കാത്തോന് വിജയത്തിന്റെ ലക്ഷണമാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ പല നിസ്കരിച്ചവരെക്കാളും വിജയം വരിക്കാനും ഇവനതുകൊണ്ട് സാധിക്കും. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റിയാഇന് വേണ്ടി നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ
ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പൊ കൂട്ടത്തിൽ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ മോശല്ലേ എന്ന് കരുതി ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിസ്കാരക്കാരെക്കാളൊക്കെ ഇങ്ങനെ നിസ്കരിക്കാതെ ഇരിക്കുകയും അതോടൊപ്പം ആ നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കാര്യമായി അവന്റെ മനസ്സറിഞ്ഞ ഖേദമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാവിന് വേണ്ടി നിസ്കരിച്ചവരെക്കാളൊക്കെ ഒരുപാട് ഈ നിസ്കരിക്കാതെ നല്ല മനസ്സിന്റെ ഉടമക്ക് അല്ലാഹുവിങ്കൽ സ്ഥാനമുണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഈ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു പോകാനായ വിട ചൊല്ലാനിരിക്കുന്ന സലാം പറയാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. റമളാൻ നമ്മളൊരു യോഗം തുടങ്ങിയിട്ട് ആ യോഗത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ തുടക്കത്തിലുള്ള ദുആയും ഖിറാഅത്തും ഉദ്ഘാടനവും അധ്യക്ഷപ്രസംഗവും മുഖ്യപ്രഭാഷണവും ഒക്കെ കഴിഞ്ഞു. 2-3 ആശംസകൾ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. നന്ദി പറയാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഇനി ആകെയുള്ളതാ നന്ദി ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ സലാം പറയൽ മാത്രമാണ്. ആ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ ഈ വർഷത്തെ റമളാനിൽ എത്തി നിൽക്കുന്നത്. റമളാനിന്റെ അവസാനത്തെ ഈ വർഷത്തെ ഒറ്റയിട്ട രാവിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഉള്ളത്. ഈ ഒറ്റയിട്ട രാവ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ വർഷത്തെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ട രാവാണ്. ഫതഹറൗഹാ, അതുകൊണ്ട് നിങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊള്ളണേ, അതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ, കാര്യമായി അതിനെ നിങ്ങൾ കാത്തിരുന്ന് അതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണേ. ഫതഹറൗഹാ എന്നാണ് പറഞ്ഞത്. ഫതഹറൗഹാ, നിങ്ങളതിനെ വളരെ ശ്രദ്ധാപൂർവം എപ്പോഴാണ് സംഭവിക്കുക എന്ന് നോക്കി ഇബാദത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഇബാദത്തിൽ മുഴുകിയിരിക്കാൻ അവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒറ്റയിട്ട രാവുകളിൽ അവസാനത്തെ രാവിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ റമളാൻ കൊണ്ട് വിജയം വരിക്കാൻ തൗഫീഖ് കൊടുത്തവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ കൊണ്ട് നമ്മൾ ഇനിയിവിടെ നിന്നങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞുപോയ റമളാനിന്റെ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെ നേടിയെടുത്തു അല്ലാഹുവിൽ നിന്ന്, അല്ലാഹു തആല കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളിൽ എത്ര എണ്ണം ഞാൻ എന്റെ ജീവിതത്തോടടുപ്പിച്ചു. മരിച്ചു കിടന്നിരുന്ന സുന്നത്തുകളിൽ ഏതെങ്കിലും ഞാൻ ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചോ? മരണത്തോടടുത്തു കിടക്കുന്ന 20 റക്അത്ത് തറാവീഹ് എന്ന നിസ്കാരം, അതിനെ ജീവിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നെക്കൊണ്ടാകുന്നത് ശ്രമിച്ചു നോക്കിയോ? അങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മളെ പിടികൂടണം. അല്ലാത്ത ദിവസങ്ങളിൽ വിത്ർ നിസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ റമളാനിൽ അവൻ വിത്ർ നിസ്കരിക്കുമ്പോൾ അവനെ നീ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവേ, ഈ റമളാനിൽ ഞാൻ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. ഈ വിത്ർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വസിയ്യത്ത് ചെയ്ത ഒരു പ്രധാനപ്പെട്ട നിസ്കാരമാണല്ലോ. അതുകൊണ്ട് അതെന്റെ ജീവിതത്തിൽ അവസാനം വരെയും നിലനിർത്താൻ തമ്പുരാനെ എനിക്ക് നീ തൗഫീക്ക് നൽകണേ എന്നുള്ള ദുആ. റമളാന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കാതെ റമളാനില്ല വിത്ർ ആരംഭിച്ച മനുഷ്യന്റെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവന് ഈ റമളാൻ കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ വലിയ കാര്യമാണ്. റമളാനിന്റെ മുമ്പ് റവാത്തിബ് നിസ്കരിച്ചിട്ടില്ലാതിരുന്ന മനുഷ്യൻ റമളാനിൽ അവൻ ളുഹറിന്റെയും അസറിന്റെയും മുമ്പും ശേഷവും ഒക്കെയുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാൻ തുടങ്ങിയെങ്കിൽ അവന്റെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥന, അല്ലാഹുവേ, റമളാനിന്റെ മുമ്പ് ഞാൻ ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിലൊന്നും അത്ര ഗൗരവം കാണിച്ചിരുന്നില്ല. റമളാനിൽ കുറച്ച് ഒഴിവൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ നിസ്കാരങ്ങളൊക്കെ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ, റവാത്തിബ് നിസ്കാരങ്ങളുടെ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്വീകരിക്കണേ തമ്പുരാനെ. അതോടൊപ്പം റമളാനിന്റെ ശേഷവും എന്റെ മരണം വരെ അത് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്താതെ എന്റെ ജീവിതചര്യയായി കൊണ്ടു നടക്കാൻ ഹബീബായ റസൂലുള്ളാന്റെ ആ ഒരു സുന്നത്തിന്റെ ജീവിതത്തിൽ മരണം വരെ തുടർന്നു കൊണ്ടുപോകാൻ എന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ആ മനുഷ്യൻ കഴിയുന്നത് എങ്കിൽ റമളാൻ കൊണ്ടവന് നേടിയെടുക്കാൻ സാധിച്ച ഒരു നേട്ടമാണത്. റമളാനിന്റെ മുമ്പ് ഒരുപാട്
ചറപറ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ റമദാനിൽ കുറെയൊക്കെ സംസാരങ്ങളെ നിയന്ത്രിച്ചു. കാരണം അവൻ നോമ്പുകാരനാണ്. നോമ്പിന് അവന്റെ പല സംസാരങ്ങളും ഭംഗം വരുത്തും, നോമ്പിന് അവന്റെ പല ചെയ്തികളും ഭംഗം വരുത്തും എന്ന് മനസ്സിലാക്കിയപ്പോ ആ തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ട് നോമ്പാണെന്ന ബോധത്തോടുകൂടി സൂക്ഷിച്ച് സംസാരിച്ച മനുഷ്യനാണ്. അവന്റെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥന, അല്ലാഹുവേ, നോമ്പിന്റെ മുമ്പ് ഞാൻ പലപ്പോഴും അരുതാത്തത് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും തമാശയിലൊക്കെ ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ട്, പലരെക്കുറിച്ചും ഞാൻ കളിയാക്കുകയും തമാശക്ക് ഞാൻ ഗീബത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് എനിക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അതോടൊപ്പം ഈ റമളാനിൽ ഞാൻ അതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ആ നിർത്തിയ അതേ സ്വഭാവം ഇനി റമളാന്റെ ശേഷവും എന്റെ മരണം വരെ തുടർന്നു കൊണ്ടുപോകാൻ എന്നെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ എന്നുള്ള ഒരു അസീമത്ത് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവുകയും അങ്ങനെ ഒരു പ്രാർത്ഥന അവൻ അള്ളാഹുവിനോട് നടത്തുകയും ചെയ്താൽ തീർച്ചയായും അതവന് റമളാൻ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ച നേട്ടമാണ്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് മൻ നജാ, എന്താണ് രക്ഷ റസൂലേ, എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക, രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അംസിക് അലൈക ലിസാനക് വൽയസാക ബൈതുക് വബ്കി അലാ ഖതീഅതിക് സദഖ റസൂലുള്ളാഹി. എന്താണ് പ്രിയപ്പെട്ട റസൂലേ രക്ഷപ്പെടാനുള്ള മാർഗം, എങ്ങനെയാണൊന്ന് രക്ഷപ്പെടുക? ഞാൻ വലിയ കുടുക്കിലായി പോയിട്ടുണ്ടല്ലോ, ഈ ദുന്യാവിൽ ഞാൻ മുഴുകിപ്പോയിട്ടുണ്ടല്ലോ, നാളെ ആഖിറത്തിലൊന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്കൊന്ന് പറഞ്ഞു തരണം. മൻ നജാതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എങ്ങനെയാണൊന്ന് രക്ഷപ്പെടുക, രക്ഷപ്പെടാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു കെട്ടിക്കോ, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ, അതിനെ അഴിച്ചുവിടല്ലേ. അത് നിന്റെ വായയുടെ ഉള്ളിൽ വലിയ ഒരു രണ്ട് വലിയ ഗേറ്റിന്റെ ഉള്ളിലാണ് നിന്റെ നാവിനെ അല്ലാഹു തആല തന്നിട്ടുള്ളത്. രണ്ട് വലിയ എല്ലിന്റെ ഗേറ്റുകൾ നിനക്ക് തന്നിട്ടുണ്ട്. ആ താടിയെല്ലുകൊണ്ട് നിന്റെ നാവിനെ അല്ലാഹു തആല അകത്തിട്ട് പൂട്ടിയിട്ടുണ്ടല്ലോ. ആവശ്യത്തിനല്ലാതെ പുണ്യമുള്ള വാക്ക് പറയാനല്ലാതെ അതിനെ പുറത്തെടുത്തു പോകരുതേ. അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക, അതാണ് നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. നോമ്പിന്റെ മുമ്പ് അതിനെ ഇട്ടിരിക്കുകയായിരുന്നു. നോമ്പുകാലമായപ്പോൾ ഇംസാക്കുൽ ലിസാൻ ഉണ്ടായി. നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇംസാക്കാണ്. അവയവങ്ങളെയൊക്കെ പിടിച്ചുവെക്കണം, വയറിനെ മാത്രം പിടിച്ചുവെച്ചാൽ പോരാ, എല്ലാ അവയവങ്ങളെയും തെറ്റുകുറ്റങ്ങളെ തൊട്ട് പിടിച്ചുവെക്കുക എന്നാണ് നോമ്പ് എന്നതുകൊണ്ട് നോമ്പുകാലത്ത് സംസാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, നോമ്പിന്റെ ശേഷവും ആ നിയന്ത്രണം അതേപടി തുടരാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അങ്ങനെയുള്ള ഒരു അസീമത്ത്, ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അവൻ മുന്നോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായും അത് റമളാൻ അവന് നേടിക്കൊടുത്ത വലിയ നേട്ടമാണ്. ആ നേട്ടത്തിന്റെ പേരിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ അവൻ കടപ്പെട്ടവനാണ്. അപ്പൊ അവൻ പറയണം, അല്ലാഹ്, ഈ റമളാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു നേട്ടം, അങ്ങനെ ഒരു നിയമത്ത് എനിക്ക് നീ ചെയ്തു തന്നു. നാവ് കൊണ്ട് പല തെറ്റുകളും ചെയ്യുന്നതിന് തൊട്ട് എനിക്ക് വിട്ടുനിൽക്കാനുള്ള തൗഫീക്ക് നീ തന്നു അല്ലാഹ്. അതിന് ഞാൻ എത്ര ശുക്ർ ചെയ്താലും മതിയാകൂലല്ലോ തമ്പുരാനെ. കാരണം എന്റെ കൂട്ടുകാര് ഇപ്പോഴും അതാ റമളാനായിട്ടും റമളാന്റെ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ നാക്കിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട്, പലതരത്തിലുള്ള കളവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. അവർക്കൊക്കെ നിന്റെ കോപമാണല്ലോ അല്ലാഹ് കിട്ടുന്നത്. ഈ റമളാൻ എന്ന ഈ പുണ്യമാസത്തിന്റെ നേട്ടം എനിക്ക് നീ നേടിത്തന്നത് എന്റെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ഖുർആൻ ഓതാനും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും
ചൊല്ലാനും മറ്റു അദ്കാർ തസ്ബീഹ് തഹ്ലീലുകൾ ചൊല്ലാനുമൊക്കെ ആ നാവിന് നീ തൗഫീക്ക് കൊടുത്തു. അതെനിക്ക് നീ റമദാനിൽ ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവേ, അതിന് നന്ദി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള നന്ദി എന്ന നിലക്ക് എന്റെ കൽബിൽ നിന്നുള്ള ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റഹ്മാനെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ നിയന്ത്രിക്കുക എന്ന തൗഫീക്ക് കൊടുത്ത എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോ അതിന് തൗഫീക്ക് തന്ന അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശുക്റിൽ ഏറ്റവും വലിയ ശുക്ർ തന്നെയാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അൽഹംദുലില്ലാ എന്നുള്ളതാണ് ഏറ്റവും വലിയ ശുക്റിന്റെ വാചകമെന്ന് പഠിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുക, അതാണ് സ്വർഗത്തിലെത്തിയിരുന്ന ആളുകൾ രണ്ടാമതായി ചെയ്തിരുന്നതായി അവർ പരസ്പരം പറയുന്നത്. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഞങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സ്വഭാവക്കാരായിരുന്നു. ഞങ്ങൾക്കവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് ഞങ്ങൾ ദുആർക്കലുണ്ടായിരുന്നു. ഞങ്ങൾ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകിയതിന് ഞങ്ങൾ അവന് ശുക്ർ എന്ന നിലക്ക് അൽഹംദുലില്ല പറഞ്ഞിരുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ അല്ലാഹുവിനോട് പല കാര്യങ്ങൾക്കും ദുആ ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നഹു ഹുവൽ ബർറുർ റഹീം, ഗുണവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ റബ്ബ് അവന്റെ ആ കാരുണ്യം വർഷിച്ചുകൊണ്ട് ഞങ്ങളിതാ അവന്റെ കാരുണ്യത്തിന്റെ ഭവനമായ സ്വർഗത്തിലെത്തിച്ചിരിക്കുകയാണ് എന്ന് പരസ്പരം അവർ പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രക്ഷയുടെ മാർഗത്തിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചുവെക്ക്. ഉഖ്ബ, മഹാനായ ഉഖ്ബത്തു ഇബ്നു ആമിർ എന്നവരോട് പറഞ്ഞതാണ്. രണ്ടാമത്തത് വൽ യസാക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ. എന്നുവെച്ചാൽ നിന്റെ കാര്യത്തിന് അനിവാര്യമായ കാര്യങ്ങൾക്ക് മാത്രം പുറത്തുപോയാൽ മതി. അല്ലാത്ത സമയത്തൊക്കെ നീ വീട്ടിൽ തന്നെ ഇരിക്കുക. പുറത്ത് ഫിത്നയാണ് എന്ന് കണ്ടാ പിന്നെ പുറത്തു പോകുന്നതിനേക്കാൾ വീടാണ് നല്ലത്. അപ്പൊ നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ നിന്റെ വീട് തന്നെ നിനക്ക് മതിയാകുന്നതാകട്ടെ. പുറത്ത് അങ്ങാടി എപ്പോഴും ഫിത്നയുടെ സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങാടിയിലേക്ക് നീ പോകുന്നത് കൊണ്ട് ഒന്നുകിലും നിനക്ക് നേട്ടം, അല്ലെങ്കിൽ നീ ചെല്ലുന്നത് കൊണ്ട് അവിടെയുള്ളവർക്ക് നേട്ടം. ദുന്യവിയോ ഉഖ്റവിയോ ആയ നേട്ടങ്ങളില്ലാതെ നീ അങ്ങോട്ട് പോകേണ്ടതില്ല. അങ്ങനെ നീ പോകൽ ചുരുക്കലാണ് നിന്റെ വിജയത്തിന്റെ ലക്ഷണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമത്തത് വബക്കി അലാ ഖതീഅതിക, നീ ചെയ്ത തെറ്റുകുറ്റങ്ങളെ ഓർത്തുകൊണ്ട് നീ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് കരയണേ. അതാണ് നിന്റെ വിജയത്തിന്റെ മൂന്നാമത്തെ ലക്ഷണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വബക്കി അലാ ഖതീഅതിക്, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് കരയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീരെ ഇല്ലാത്ത ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ ശിക്ഷയോർത്ത് കരയുക എന്നുള്ളത്. മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടെ നിന്നിങ്ങോട്ടുള്ള സഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, പൂർവസൂരികളായ നമ്മുടെ മുൻഗാമികൾ മുഴുവനും ഒറ്റയ്ക്കിരുന്നുകൊണ്ട് കരയുന്ന സ്വഭാവം, ജീവിതത്തിൽ അതിനായിട്ട് അല്പം സമയം മാറ്റിവെക്കുന്ന പ്രകൃതക്കാരായിരുന്നു. തെറ്റുകൾ ഓർത്തുകൊണ്ട് കരയുക. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, അതൊക്കെ നീ അതിന്റെ പേരിൽ നിന്നോട് കണക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പാവപ്പെട്ട അടിമ രക്ഷപ്പെടാൻ പോകുന്നില്ല അല്ലാ. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം തരണേ തമ്പുരാനെ. കഴിഞ്ഞു പോയതൊക്കെ ഒന്ന് പുറത്തു തരണേ അല്ലാ. അതിന്റെ പേരിൽ നിന്റെ നരകത്തിലിട്ട് എന്നെ കരിച്ചു കളയരുതേ തമ്പുരാനെ. നിന്റെ നരകത്തെ സഹിക്കാനുള്ള കഴിവും കെൽപ്പും ഈ പാവപ്പെട്ട അടിമക്കില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് കരയുന്ന സ്വഭാവമുണ്ടോ? അത് വിജയത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളൊക്കെ നല്ല ചിന്തയിലാന്ന് തോന്നുന്നു. നിങ്ങൾ കേൾക്കണില്ലേ? ഞാൻ പറയണത് കേൾക്കുന്നുണ്ടല്ലേ? അപ്പോ വിജയത്തിന്റെ ലക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ ലക്ഷണം ഉള്ളവരായിരുന്നു സ്വർഗത്തിൽ വെച്ച് അവർ സ്വർഗത്തിലെത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് പരസ്പരം പറഞ്ഞിരുന്നതായി സൂറത്തു തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിനെ ഓർത്ത് കരയുക. തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം തുർമുദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുന്ന പ്രശ്നമേ ഇല്ല. എത്രത്തോളം? ഹത്താ യഊദൽ ലബനു ഫിൽ ദർഇ. കറന്നെടുത്ത പാല് വീണ്ടും അകിട്ടിലേക്ക് തിരിച്ചു കയറുന്ന അവസ്ഥ വരാത്തിടത്തോളം കാലം അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുക എന്നത് സംഭവിക്കുകയേയില്ല എന്ന് ഹബീബായ മുഹമ്മദ് നബി. എങ്ങനെ? കറന്നെടുത്ത പാല് വീണ്ടും അകിടിലേക്ക് തിരിച്ചു കയറുന്ന പ്രകൃതമുണ്ടാകുന്ന അത് സംഭവിച്ചാലല്ലാതെ, കറന്നെടുത്ത പാല് അകിടിലേക്ക് വീണ്ടും കയറിപ്പോകുക എന്നുള്ള കാര്യം സംഭവിച്ചാലല്ലാതെ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുക എന്നത് സംഭവിക്കില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി. സാധാരണഗതിയിൽ സംഭവിക്കാത്തൊരു കാര്യമാണ് കറന്നെടുത്ത പാല് വീണ്ടും അകിടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹനെ പേടിച്ച് കരഞ്ഞവന്റെ മഹത്വം പറഞ്ഞതാണ്. അള്ളാഹനെ പേടിച്ച് കരഞ്ഞാൽ ആ കണ്ണുകൊണ്ട് അവൻ ഒരിക്കലും നരകത്തിൽ കിടക്കേണ്ടി വരില്ല, ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് രാത്രി ബാക്കിയുള്ള സമയം നാളെ ഒരു ദിവസവും കൂടി കിട്ടിയാലായി. അതാണ് ഈ പുണ്യമായ മാസത്തിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഈ ബാക്കിയുള്ള സമയത്ത് ഏതെങ്കിലും ഒരു 10 മിനിറ്റ് നിങ്ങളുടെ റബ്ബിന് വേണ്ടി ഒന്ന് മാറ്റിവെച്ചിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ പോയിരുന്നിട്ട്, നിങ്ങളുടെ റൂമിലാണെങ്കിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്നിട്ട്, അല്ലെങ്കിൽ കൂടെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട്, രാത്രി വെറുതെ നിങ്ങളുടെ ബെഡിലൊന്ന് എഴുന്നേറ്റിരുന്നിട്ട് കഴിഞ്ഞുപോയ തെറ്റുകളെയൊക്കെ ഒന്ന് ഓർത്തിട്ട്, ആ ലജ്ജയില്ലാതെ ഞാൻ അതൊക്കെ ചെയ്തു പോയല്ലോ അല്ലാ, അതൊക്കെ എനിക്ക് നീ പൊറുത്തു തന്നില്ലെങ്കിൽ ഈ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ടും എന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാതെ ബാക്കിയാവുകയാണെങ്കിൽ ഈ റമദാൻ അവസാനിക്കുമ്പോഴും അല്ലാഹുവേ നിന്റെ റഹ്മത്തിനോട് ചേരാൻ എനിക്ക് ഭാഗ്യം കിട്ടാതെ പോകുമല്ലോ. ഈ റമദാൻ അവസാനിക്കുന്നതിന്റെ മുമ്പ് നീ എനിക്ക് പൊറുത്തു തന്നിട്ടില്ലെങ്കിൽ, നിന്റെ സ്വർഗത്തിൽ കിടക്കാൻ ഞാൻ എന്റെ ശരീരത്തെ പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നിന്റെ റഹ്മത്തിനെ തൊട്ട് ഞാൻ അകറ്റപ്പെട്ടവനാണെന്ന് നിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് അല്ലാ, എന്റെ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അതിൽ ചെറുതുണ്ട് വലുതുണ്ട്, ഞാൻ അറിഞ്ഞു ചെയ്തതുണ്ട് അറിയാതെ ചെയ്തതുണ്ട്, രഹസ്യമായി ചെയ്തതുണ്ട് പരസ്യമായി വന്നുപോയതുണ്ട്, അതൊക്കെ എനിക്കൊന്ന് എന്റെ ഏടിൽ നിന്നൊന്ന് മായ്ച്ചു കളയണേ അല്ലാ എന്ന് ഒറ്റയ്ക്കിരുന്നിട്ട്, റൂമിൽ കുറെ ആളുകളുണ്ടെങ്കിൽ അർദ്ധരാത്രിയിൽ അവരൊക്കെ ഉറങ്ങുമ്പോ നിങ്ങൾ നിങ്ങളുടെ ബെഡിലൊന്ന് എഴുന്നേറ്റിരുന്നിട്ട് ഉറക്കെ പറയണ്ട, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ രഹസ്യമായി പറയുന്നത് കേൾക്കുന്നവനാണ്. അങ്ങനെ ഒന്ന് പറയാൻ ഒരു 10 മിനിറ്റ് നേരം എന്റെ കൂട്ടുകാരെ നിങ്ങളൊന്ന് സമയം കണ്ടെത്തിയാൽ അത് ഈ റമദാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ കാര്യമാണ്. കുറച്ചു നേരം ഒരു 10 മിനിറ്റ്, എത്രയാ കൂടുന്നത് അത്രയും നല്ലതാ. 10 മിനിറ്റ് ഇങ്ങനെ അവനാന്റെ കഴിഞ്ഞു പോയ ഏടുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കിയിട്ട്, അവന്റെ നെഞ്ചത്ത് ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട്, അല്ലാഹുവേ ഞാൻ ഈ ചെയ്തതൊക്കെ ഈ റമദാനിലെ ബാക്കിയുള്ള ഒരു ദിവസമാണുള്ളത്, അതിന്റെ മുമ്പ് എനിക്ക് നീ പുറത്തു തന്നിട്ടുണ്ടോ എന്നറിയില്ല. അഥവാ എന്റെ ദോഷങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഈ ബാക്കിയുള്ള സമയത്തിന്റെ ഉള്ളിൽ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട്
കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, നിന്റെ മഗ്ഫിറത്തും എന്റെ ദോഷങ്ങളും വെച്ച് നോക്കുമ്പോ നിന്റെ മഗ്ഫിറത്ത് എത്രയോ വിശാലമാണല്ലോ അല്ലാ. എനിക്ക് പുറത്തു തന്നതുകൊണ്ട് നിനക്കൊന്നും കുറയില്ലല്ലോ തമ്പുരാനെ. അതുകൊണ്ട് എന്റെ ദോഷങ്ങളൊക്കെ ഒന്ന് പുറത്തു തരണേ, നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ ഒന്ന് പൊതിയണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോടൊന്ന് മനസ്സിൽ തട്ടിതു എന്നാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ കേൾക്കാതിരിക്കില്ല. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി, അല്ലാഹു തആല രാത്രി അവന്റെ രണ്ട് കൈയും നീട്ടിക്കാത്തിരിക്കുകയാണ്. ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റു ചെയ്തവന്റെ ദോഷങ്ങളെ പുറത്തു കൊടുക്കാൻ വേണ്ടി, അവന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ മുഴുവനും അല്ലാഹു തആല കൈയും നീട്ടിക്കാത്തിരിക്കുകയാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാത്രിയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ. ഖൽവത്ത്, മഹാന്മാരായ ആളുകൾക്കൊക്കെ ഖൽവത്തുണ്ടായിരുന്നു എന്നാണ്. മഹാന്മാരായ ആരൊക്കെ മഹാന്മാരായിട്ടുണ്ടോ, കഴിഞ്ഞുപോയ ആളുകളുടെ കൂട്ടത്തിൽ അവർ വലിയ ആൾക്കാരായിരുന്നു, അവരൊരു വലിയ മഹാനായിരുന്നു, അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ആളായിരുന്നു, അവർ മഹാന്മാരായ ഔലിയാക്കളിൽപ്പെട്ട ആളായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇവിടെ കഴിഞ്ഞുപോയത് ഖൽവത്തിലൂടെ വിജയം വരിച്ചുകൊണ്ടാണ്. ഖൽവത്ത് വേണം. ഒറ്റക്ക് അള്ളാഹനെ ഓർത്തിരുന്ന കുറച്ചു സമയം മഹാന്മാരായ പൂർവ്വസൂരികൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാം. ഖൽവത്തിലൂടെ വിജയം വരിക്കാൻ, അള്ളാഹുവിനോട് നേരിട്ട് സംവദിക്കാൻ കുറച്ചു നേരം. അതാണ് ഈ പരിശുദ്ധമായ റമളാന്റെ ബാക്കിയുള്ള വളരെ കുറഞ്ഞ തുച്ഛമായ സമയത്ത് നമുക്കിനി ചെയ്യാനുള്ളത്. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടിയും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളിലെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായ അമലായി നമ്മുടെ സ്വാലിഹാത്തിന്റെ ഏടിൽ അവ എഴുതപ്പെടാൻ വേണ്ടിയും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാനാണ് ഈ അവസാന സമയം നമ്മൾ വിനിയോഗിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിനു പകരം അനുഗ്രഹങ്ങളെ ഓർക്കുക പോലും ചെയ്യാതെ, ആ അനുഗ്രഹങ്ങളെ തന്നവനെ തീരെ തിരിഞ്ഞു നോക്കാതെ, അവന്റെ കൽപ്പനകളൊക്കെ യാതൊരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ ധിക്കരിക്കുന്ന, അവയെ തള്ളിക്കളയുന്ന സ്വഭാവക്കാരാണ്, പ്രകൃതക്കാരാണ് നമ്മളിൽ അധികവും എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ ഉദാഹരണം എന്നെയും നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ രണ്ട് ഖബർ കണ്ടു. നമുക്കൊക്കെ അറിയാലോ. ആ രണ്ട് ഖബർ കണ്ടപ്പോ കൂടെയുണ്ടായിരുന്ന സഹാബത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു, അവിടെ കണ്ട ഒരു ഈത്തപ്പന മട്ടലിൽ നിന്ന് ഒരു കഷ്ണം എടുത്തുകൊണ്ട് അതിന് രണ്ടായി പകുത്തിട്ട് രണ്ട് ഖബറിന്റെ മുകളിലും കുത്തിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅസ്സബാനി ഫീ കബീർ, അവര് രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് വലിയ ഒരു തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാര് പറയുന്നുണ്ട്, വമാ യുഅസ്സബാനി ബികബീർ എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെറ്റുകൊണ്ടൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവര് അതിനെ വലിയ തെറ്റായിട്ട് കണ്ടിരുന്നില്ല എന്നാണ് അതിന്റെ ഒരർത്ഥം. അവരതിനെ വലിയ തെറ്റായിട്ട് കണ്ടിരുന്നില്ല. വലാകിൻ ഇൻദല്ലാഹി കബീർ, അത് അള്ളാന്റെ അടുക്കൽ വലിയ തെറ്റായിരുന്നു. പക്ഷെ അവരതിനെ വലിയ തെറ്റായിട്ട് കണ്ടില്ല. അവരതിനെ നിസ്സാരവൽക്കരിച്ചു. എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ചെയ്ത തെറ്റുകളെ പറഞ്ഞത്? ഒന്നാമത്തെയാള് കാന ലാ യസ്തതിറു ബിബൗലിഹി, മൂത്രമൊഴിക്കുന്ന സമയത്ത് ആളുകളെ തൊട്ട് മറയാത്തയാളായിരുന്നു. വേറെ ഒരു തഫ്സീർ, വേറൊരു വിശദീകരണം, മൂത്രമൊഴിക്കുന്ന സമയത്ത് അയാൾ ഇസ്തിബ്ര ചെയ്യാറില്ലായിരുന്നു, അഥവാ
മൂത്രത്തിന്റെ അംശങ്ങൾ മുഴുവനും, മൂത്രത്തിന്റെ തുള്ളി മുഴുവനും ഇറ്റിപ്പോയി എന്ന് ഉറപ്പാക്കിയിട്ടാണ് ശരിക്ക് ശുദ്ധീകരണം നടത്തേണ്ടത്, കഴുകേണ്ടത്. അങ്ങനെ ഇയാൾ ചെയ്യാറില്ലായിരുന്നു. മൂത്രമൊഴിച്ചാൽ ഒന്നുകൊണ്ട് കുടഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എഴുന്നേറ്റ് പോരും. അങ്ങനെയുള്ള ഒരു തെറ്റാണ് ഇയാൾ ചെയ്തിരുന്നത്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ മൂത്രവിസർജനം നടത്തിയാൽ മൂത്രത്തിന്റെ തുള്ളി, മൂത്രത്തിന്റെ അംശം തന്റെ മൂത്രനാളത്തിൽ നിന്ന് മുഴുവനും മുറിഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ ഒരംശവും ഇനി ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നമ്മൾ അത് ഒഴിഞ്ഞു പോകാനുള്ള, മുറിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് 2 പേർ അതേ കാരണം കൊണ്ട് ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച മദീനയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തെറ്റ് ഇന്ന് നമ്മളിൽ പലരും ആവർത്തിക്കുന്നുണ്ടോ എങ്കിൽ അത് ഖബറിൽ ശിക്ഷയ്ക്കുള്ള കാരണമാണ്. അവിടെ വേറെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മളൊരു തെറ്റായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതിനെ നമ്മളൊരു തെറ്റായിട്ട് കാണുന്നില്ല. ആർക്കപ്പ ഡാൻസ് ചെയ്യാൻ തോന്നുന്നത്? ആയിക്കോട്ടെ. ഏതായിരുന്നാലും അതേ തെറ്റുകൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ അത് കാരണമാകുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് അത്തരത്തിൽ തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടോ എന്നാലോചിക്കണം. രണ്ടാമത്തെ ആൾ ചെയ്തിരുന്ന തെറ്റെന്താ? കാന യംശീ ബിൻ നമീമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അയാൾ നമീമത്ത് പറഞ്ഞു നടക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. എന്താ നമീമത്ത് പറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ? അയാൾ അത്ര കാര്യാക്കൊന്നുമില്ല. അയാൾ ഒരു സദസ്സിൽ ചെല്ലും, അവിടെ അടുത്ത സദസ്സിലുള്ള വേറെ കുറച്ച് ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരും. ഇവിടെ കേട്ടത് വേറെ ഒരു സദസ്സിൽ പോയി പറയും, അവിടെ കേൾക്കുന്നത് ഇവിടെ വന്ന് പറയും. അങ്ങനെ ആളുകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അവർക്കിടയിൽ തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ അത് കാരണമാകാറുണ്ടായിരുന്നു. പക്ഷെ അയാൾ അങ്ങനെയൊന്നും കരുതലില്ല. അയാളൊരു പക്ഷേ അത് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും ആയിരിക്കില്ല ചെയ്തത്. അയാളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഇവിടെ കേട്ടത് അവിടെ പറയാ, അവിടെ കേട്ടത് ഇവിടെ പറയാ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാൾ അയാളായിരുന്നു അടുത്ത ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നയാളെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മളിലും ചില ആളുകൾ അങ്ങനെയുണ്ട്. ഈ ക്ലാസ് റൂമിലുള്ളത് അടുത്ത ക്ലാസ് റൂമിൽ പോയി പറയാ, ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത് അടുത്ത ഗ്രൂപ്പിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവരെ ചൂടാക്കുക, അവരെ ചൂടാക്കിയിട്ട് ഇവിടെയുള്ളവരെ കുറ്റപ്പെടുത്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്യല് ഏഷണിയുടെ ഭാഗമാണ്. അതുതന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് ശിക്ഷിക്കപ്പെടാൻ കാരണമായിട്ട് ഒരു ഖബറിലുള്ളയാളെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ മറന്നുപോകുകയാണ്. ഈ ക്ലാസ് റൂമിൽ പറയുന്നത് അടുത്ത ക്ലാസ് റൂമിൽ പോയി പറയാ, അവിടെ ഉള്ളത് വേറൊരു റൂമിൽ പോയിട്ട് പറയാ. അങ്ങനെ പല രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തിക്കൊടുത്തുകൊണ്ട് പ്രശ്നമുണ്ടാക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി അങ്ങനെ ചെയ്യൽ നമീമത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഈ റമദാൻ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിജയം വരിക്കാൻ കാരണമാകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നേ മതിയാകൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ 2 ആളുകൾ ചെയ്തിരുന്ന തെറ്റ് പ്രത്യക്ഷത്തിൽ അതൊരു വലിയ തെറ്റൊന്നുമായിരുന്നില്ല. വലാക്കിൻ ഇൻദല്ലാഹി കബീർ, അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ തെറ്റായിരുന്നു. അതവർ മനസ്സിലാക്കിയില്ല. അല്ലെങ്കിൽ വേറൊരു വിശദീകരണം ആൾക്കാരതിനെ വലിയൊരു തെറ്റൊന്നായിട്ട് കാണാറില്ല എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നാലും അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ അത് മാത്രമല്ല പലതും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ
നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളതിനെ തെറ്റായി കാണുന്നില്ല, അതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല എന്ന് വെച്ചാൽ അത് തെറ്റിനെ നിസ്സാരവൽക്കരിക്കലാണ്. തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ്. തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യേണ്ടതിനു പകരം അനുഗ്രഹം ചെയ്തു തന്ന അനുഗ്രഹദാതാവിനോട് നന്ദി കേട് കാണിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊന്നും നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ പ്രവാസികളാണ് ഇപ്പോൾ ഈ ക്ലാസ് റൂമിൽ അധികം ഉണ്ടാകുക എന്ന് വിചാരിക്കണം. അധികവും നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് പറ്റി ജീവിക്കുന്നവരാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് വന്നിട്ട് ഇവിടെ അല്ലാഹു തആല തുറന്നു തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ ഒരുപാട് വാതായനങ്ങൾ ഉള്ളതുകൊണ്ട് അതിലൊക്കെ പ്രവേശിച്ചിട്ട് പല രീതിയിലുമുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ച ആളുകളാണ് നമ്മൾ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ. ജീവിതം ഒരുപാട് പച്ചപിടിച്ചു. നാട്ടിൽ എല്ലാവരും മിക്കവാറും വലിയ ടെറസിന്റെ വീടുകളുണ്ടാക്കി, നല്ല പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, മക്കളെ നന്നായിട്ട് കെട്ടിച്ചയച്ചു, നല്ല 1-2 വാഹനങ്ങൾ വാങ്ങിച്ചു. നാട്ടിൽ തന്നെയായിരുന്നെങ്കിൽ പലപ്പോഴും സാധിക്കാത്ത ഈ സ്വപ്നങ്ങളൊക്കെ ഗൾഫ് എന്ന സ്വപ്നം കൊണ്ട് സാക്ഷാത്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തു തന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പലർക്കും കൊടുത്തിട്ടില്ലാത്ത, മറ്റു പലർക്കും സ്വപ്നം കാണാൻ പോലും സാധിച്ചിട്ടില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തുറന്നു തന്നവരാണ് നമ്മളൊക്കെ എന്നതുകൊണ്ട് അല്ലാഹുവിന് കൂടുതൽ നന്ദി ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദുനിയാവ് ഒരുപാട് വിശാലമാക്കി തന്നിട്ടുണ്ട് നമുക്ക്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കണം. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് സുഖമില്ലാതായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സൽമാൻ എന്നവരെ കാണാൻ ചെന്നു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് ചെല്ലുന്ന സമയത്ത് സൽമാൻ എന്നവർ കിടന്ന് കരയുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതല്ലയോ സൽമാൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മാ യുബ്കീക യാ അഖീ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അലൈസ ഖദ് സഹിബ്ത റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലേ? അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അലൈസ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവരല്ലേ? അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ലേ? അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരുപാട് മേഖലകളിൽ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല സൽമാൻ. പിന്നെ എന്തിനാണ് സൽമാനെ നിങ്ങൾ കരയുന്നത്? ഇതൊക്കെ വലിയ ഭാഗ്യങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അബ്കി വാഹിദതൻ മിൻ ഇത്നൈൻ, രണ്ടിലൊരു കാര്യത്തെയും ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. എന്താ രണ്ടിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദുന്യാവ് നഷ്ടപ്പെടുന്നതിൽ ബേജാറായിട്ടല്ല ഞാൻ കരയുന്നത്, ഈ ദുന്യാവിൽ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്നുള്ള പേടി കൊണ്ടല്ല ഞാൻ കരയുന്നത്. അതുപോലെ തന്നെ മരണത്തെ ഭയപ്പെട്ടുകൊണ്ടുമല്ല ഞാൻ കരയുന്നത്. വലാ കറാഹിയത്തൽ ലിൽ ആഖിറ, ആഖിറത്തിനെ വെറുത്തിട്ടുമല്ല ഞാൻ കരയുന്നത്. വലാകിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹിദ ഇലയ്യ അഹ്ദൻ, അല്ലാഹുവിന്റെ റസൂൽ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫമാ അറാനി ഇല്ലാ ഖദ് തഅദ്ദൈതു, ആ അതിർത്തി ഞാൻ വിട്ടുകടന്നോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു അതിര് നിശ്ചയിച്ചു തന്നിട്ടുണ്ടായിരുന്നു ദുന്യാവിന്. സൽമാനെ, ഇത്രയൊക്കെ ദുന്യാവേ നിങ്ങൾക്ക് വേണ്ടതുള്ളൂ കേട്ടോ. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന അതിർത്തി? സൽമാനെ, എന്തായിരുന്നു റസൂലുള്ള നിങ്ങളോട് ചെയ്ത കരാറെന്ന് ചോദിച്ചപ്പോ ഖാല സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, അഹിദ ഇലയ്യ അന്നഹു യക്ഫി അഹദകും മിസ്ലു സാദിർ റാകിബി,
ഒരു യാത്രക്കാരൻ അവന്റെ യാത്രക്കാവശ്യമായ ലഗേജുകൾ തയ്യാറാക്കുന്നത് പോലെ ഉള്ള സാധനങ്ങൾ മതി നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ. ഒരു യാത്രക്കാരൻ തന്റെ യാത്രക്കാവശ്യമായ വസ്തുവകകൾ തയ്യാറാക്കുന്നില്ലേ, അതുപോലെ മാത്രമേ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഈ ദുന്യാവിലൂടെ നിങ്ങൾ പോകുന്ന യാത്രക്ക് നിങ്ങൾക്കും അത്രയേ വേണ്ടതുള്ളൂ. നാളേക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കേണ്ടതില്ല. നാളെ എന്ന ദിവസത്തേക്ക് വേണ്ടി ഈ ദുന്യാവിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല. നാളെ എന്നുള്ള ദിവസത്തേക്ക് നിങ്ങൾ ദുന്യാവിൽ സമ്പാദിച്ചു വെക്കേണ്ടതില്ല. സൽമാൻ, നിങ്ങൾ യാത്രക്കാരൻ യാത്ര കഴിയുന്നത് വരെയുള്ള സാധന സാമഗ്രികളല്ലേ അവൻ കൊണ്ടുപോകൂ. അതുപോലെ ഈ ദുന്യാവിൽ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാനുള്ളതേ നിങ്ങൾക്ക് വേണ്ടതുള്ളൂ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലാകിൻ ഫമാ അറാനി ഇല്ലാ ഖദ് തഅദ്ദൈതു, ആ അതിർത്തി ഞാൻ വിട്ടുകടന്നോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മഹാനായ സഅദേ, എന്നിട്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് സഅദ് എന്നവരെ ഫത്തഖില്ലാഹ ഇൻദ ഹുക്മിക ഇദാ ഹകംത, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ, വിധി പ്രസ്താവിക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചിട്ട് വിധി കൽപ്പിക്കണേ സഅദേ. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വേദിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഓഹരി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ സഅദേ. എന്തെങ്കിലും ഒരു വിഷയത്തെ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, നിങ്ങളൊരു കാര്യത്തെ ചിന്തിക്കുമ്പോ പോലും നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തിട്ട് വേണേ, ഭയപ്പെട്ടിട്ട് വേണേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാ. ഹദീസിന്റെ റാവിയായ സാബിത്ത് എന്നവർ പറയാണ്, ഫബലഗനി അന്നഹു മാ തറക ഇല്ലാ ബിഗാതൻ വഇശ്രീന ദിർഹമൻ മിൻ നഫഖത്തിൻ കാനത് ഇൻദഹു, അദ്ദേഹത്തിന്റെ നിത്യച്ചെലവിന് വേണ്ടി ഉണ്ടായിരുന്ന 20 ചില്ലാനം ദിർഹം വെള്ളി നാണയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ബാക്കിയുണ്ടായിരുന്നത്. മഹാനായ സൽമാൻ എന്നവർ ചെല്ലുമ്പോ മഹാനായ സഅദ് എന്നവർ ചെല്ലുമ്പോ കരഞ്ഞുകൊണ്ടിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കരയാനുണ്ടായ കാരണം ദുന്യാവ് കൂടുതൽ കിട്ടിപ്പോയി എന്നുള്ളത് കൊണ്ടാണെങ്കിൽ അവരുടെ അടുക്കൽ ആകണ്ടായിരുന്ന ദുന്യാവ് ഇല്ലാ ബിഗാതൻ വഇശ്രീന ദിർഹമ, 20 ചില്ലാനം ദിർഹം മാത്രമാണ്. അതോ നഫഖത്തിൻ മിൻ നഫഖത്തിൻ കാനത് ഇൻദഹു, അദ്ദേഹത്തിന്റെ നിത്യ ചെലവിനുള്ള ആവശ്യമായ ഒരു 20 ചില്ലാനം വെള്ളി നാണയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ അടുക്ക ബാക്കിയുണ്ടായിരുന്നത്. എന്നിട്ടാണ് ദുന്യാവ് അധികരിച്ചുപോയി എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കരഞ്ഞിരുന്നത് എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുന്നില്ല, സമയം കൂടുതലായി എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ ഒരുപാട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറ്റി ജീവിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നില്ല. മറിച്ച് നമുക്ക് വരുന്നത് പോരാ, തികഞ്ഞിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല, ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല, ശമ്പളം കിട്ടിയിട്ടില്ല, ശമ്പളം തികയുന്നില്ല എന്നിങ്ങനെയുള്ള പരാതിയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെയുള്ളത്. അധികമായി പോയി എന്ന് ചിന്തിച്ചവൻ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോട്ടെ, അങ്ങനെ ചോദിക്കണ്ട. തികഞ്ഞു എന്ന് പറയാൻ ഞാൻ റാഹത്തിലാണ്, എനിക്ക് കിട്ടിയതിൽ സന്തോഷമാണ്, കിട്ടിയതിൽ പിന്നെയും ബാക്കിയാണ് എന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ, എന്നെ ശ്രവിക്കുന്ന കൂട്ടുകാരെ എത്രയുണ്ട് നമ്മളുടെ 100-ൽ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി വളരെ തുച്ഛമായിരിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്ത വളർത്തിയെടുക്കലാണ് ഈ റമളാൻ കൊണ്ട് ഇതിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. അത്തരത്തിലുള്ള ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പണിപ്പെടണം. അതിനുവേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. തികഞ്ഞു എന്ന് വരുന്ന ഒരവസ്ഥ അൽ ഖനാഅതു ബിൽ ഖലീൽ തഖ്വയുടെ ഭാഗമാണെന്ന് മഹാനായ അലിയുൻ കറമല്ലാഹു വജഹു. അൽ ഖനാഅതു ബിൽ ഖലീൽ, അല്ലാഹ് തന്നതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്
തഖ്വയുടെ ഭാഗമാണെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മ നിറഞ്ഞ ചിന്തകൾ അതായിരിക്കണം ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുത്തത്. അല്ലാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകളിൽ മതിമറന്ന് ജീവിച്ചവരെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാശങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ കണക്കറ്റു പറ്റിയിട്ട് അതിന് നന്ദി കാണിക്കാതിരിക്കുകയും അതിൽ മതിമറന്ന് കഴിഞ്ഞുകൂടുകയും ചെയ്തപ്പോഴാണ് കഴിഞ്ഞുപോയ സമൂഹങ്ങളെ പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നായിട്ടുള്ള നാശത്തിനു വിധേയമാക്കിയത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നമ്മളോടാണ് അല്ലാഹു തആല പറയുന്നത്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നമുക്ക് ചുറ്റും പ്രകൃതി ദുരന്തങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇടങ്ങളിലും നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അല്ലാഹു തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കണക്കറ്റു പറ്റിയിട്ടതിന് നന്ദി കാണിക്കാതെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യരെ, അഫഅമിന അഹ്ലുൽ ഖുറാ, അങ്ങനെ ജീവിക്കുന്ന പ്രദേശത്തുകാർ എങ്ങനെയാണ് അവർ നിർഭയരാകുന്നത്? അയഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ അവരെ പിടികൂടില്ല എന്ന് എങ്ങനെയാണ് അവർ നിർഭയരായി കഴിയുന്നത്? അവരാണ്ട് ഉറങ്ങാൻ കിടന്നാൽ നേരം വെളുക്കുമെന്ന പ്രതീക്ഷ എങ്ങനെയാണ് അവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? ആ രാത്രി നമ്മുടെ ശിക്ഷ അവരെ പിടികൂടില്ല എന്ന് എന്തുറപ്പാണ് അവർക്കുള്ളത്? അല്ലാഹു തആല നമ്മളോട് ചോദിക്കുക, എന്റെ അനുഗ്രഹങ്ങൾ കണക്കറ്റു പറ്റിയിട്ടതിൽ നന്ദി കാണിക്കാതെ അതിൽ മതിമറന്നിങ്ങനെ കഴിയുമ്പോ എന്റെ ശിക്ഷ നിങ്ങൾ ആ മതിമറന്ന രാത്രിയിൽ സുഖിച്ചു കഴിയുമ്പോ നിങ്ങളെ പിടികൂടില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? അവാമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ആവേശത്തോടുകൂടെ കാലത്തെഴുന്നേറ്റിട്ട് വീണ്ടും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കണക്കറ്റു പറ്റി ഇങ്ങനെ മതിമറന്നാർത്തുല്ലസിച്ചു നടക്കുന്ന പ്രഭാത സമയത്ത്, ളുഹാ സമയത്ത് നിങ്ങളൊക്കെ ജോലിക്ക് പോകാൻ കർമ്മനിരതരാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? അവ അമിനാഹുലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ളുഹാ സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, എക്സർസൈസിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ട് നടക്കാനിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ അദാബ് പിടികൂടില്ല എന്ന് എന്തുറപ്പാ നിങ്ങൾക്കുള്ളത്? അല്ലാഹു തആല ചോദിക്കുകയാണ്. വേറെ ഒരിടത്ത് ചോദിക്കുന്നു, അഫഅമിനല്ലദീന മക്കറു സയ്യിആതി അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശൂറൂൻ. തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചതി ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ അല്ലാഹു ഭൂമിയെ കൊണ്ടവരെ പിടിച്ചു വിഴുങ്ങിപ്പിക്കില്ല എന്ന്, പ്രകൃതി ദുരന്തമുണ്ടാക്കിക്കൊണ്ട് അവരെ ഒന്നടങ്കം നശിപ്പിക്കില്ല എന്ന് എന്ത് ഉറപ്പാണ് അവർക്കുള്ളത്? എങ്ങനെയാണ് അവർ നിർഭയരായി കഴിയുന്നത്? ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശൂറൂൻ. അവർ ചിന്തിക്കാത്ത ഭാഗത്തുകൂടെ, അവരറിയാത്ത രീതിയിലൂടെ അല്ലാഹുവിന്റെ അദാബ് അവരെ പിടികൂടില്ല എന്ന് എങ്ങനെയാണ് അവർ നിർഭയരായി കഴിയുന്നത്? ഔ യഅഖുദഹും ഫീ തഖല്ലുബിഹിം ഫമാ ഹും ബിമുഅ്ജിസീൻ ഔ യഅഖുദഹും വലാ തഖൗഫിൻ ഫഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. നിങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കഴിഞ്ഞുകൂടുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട്. ആ ചിന്തയില്ലാതെ നിങ്ങൾ കഴിഞ്ഞുകൂടുമ്പോഴായിരിക്കും ഒരുപക്ഷെ അത് വരുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് പലയിടങ്ങളിലായി പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ഈ പരിശുദ്ധമായ റമദാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അടുക്കാനുള്ള അവസരമായി തന്നിട്ട് അതിനെയും ഉപയോഗിച്ചിട്ടില്ലാത്ത എന്നെയും നിങ്ങളെയും പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക.
അതുകൊണ്ട് ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോടൊന്ന് മനസ്സ് തുറന്ന് കരയാൻ, ഞാനും എന്റെ റബ്ബും മാത്രമാകുന്ന കുറച്ച് നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എല്ലാ ആവലാദികളും വേവലാദികളും പരാതികളും ഒന്ന് ബോധിപ്പിക്കാൻ, എന്റെ മനസ്സിന്റെ ഭാരമൊന്നിറക്കി വെക്കാൻ, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കാൻ, തുടിക്കുന്ന കൽബിനെ കണ്ണുനീരുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കാൻ, അതിനുള്ള അവസരങ്ങളായി ഈ വിശുദ്ധമായ രാവിനെയും തുടർന്നു വരുന്ന ദിവസങ്ങളെയും നമ്മൾ വിനിയോഗിക്കണമെന്ന് വിനീതമായി എന്നെ ഞാൻ ഉപദേശിക്കുകയും എന്റെ കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്നത്തെ രാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായ രാവാണ്. പക്ഷേ നമ്മൾ പലരും ഈ രാവും കൂടെ ആണ്ട് കഴിഞ്ഞാൽ പിന്നെ റമളാനിന്റെ പ്രത്യേകത കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണോരാ. നാളെയൊക്കെ വൈകുന്നേരമായാൽ തറാവീഹിന് ആളുണ്ടാവില്ല. എല്ലാവരും നാളെ ബസാറിലായിരിക്കും, അങ്ങാടികളിലായിരിക്കും, ഡ്രസ്സെടുക്കാനും മറ്റും പർച്ചേസിങ്ങിനും ഒക്കെ ആയിട്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിന്റെ അവസാനത്തെ രാവിന് ഏറ്റവും കൂടുതൽ പുണ്യം പഠിപ്പിച്ചിട്ടുണ്ട്. റമളാനിന്റെ ഓരോ രാവുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് എണ്ണമറ്റ ആളുകളെ എഴുത്തൊക്കെ ചൊല്ലി മോചിപ്പിക്കുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഓരോ രാവുകളിലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാന ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനന്നാർ. അല്ലാഹുവേ, റമളാനിന്റെ ഓരോ രാവിലും നീ നിരവധി നിന്റെ അടിയാറുകളെ നിന്റെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തുന്നുണ്ട്, നിർഭയത്വം നൽകുന്നുണ്ട്, അതിൽ നിന്ന് കരകയറ്റുന്നുണ്ട് അല്ലാഹ്. അതുകൊണ്ട് ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനന്നാർ. നരകത്തിൽ നിന്ന് നീ ആ ഓരോ രാവുകളിലും മോചിപ്പിക്കുന്ന, രക്ഷപ്പെടുത്തുന്ന, ശുദ്ധീകരിക്കുന്ന, നിർഭയത്വം നൽകുന്ന അവരുടെ ഏതെങ്കിലും ഒരു രാവിൽ എന്നെയും ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് നമ്മൾ ദ്വാർക്കലുണ്ട്. അങ്ങനെ ദുആ ചെയ്യുന്ന ഓരോ രാവിലെയും പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നാ റമളാനിന്റെ അവസാനത്തെ രാവിൽ അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിച്ച അതിലേറെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. റമളാന്റെ ഓരോ രാവിലും അല്ലാഹു തആല ഇത്ഖ് ചൊല്ലിയ, അങ്ങനെ 30 വരെ അല്ലാഹു തആല ഇത്ഖ് ചൊല്ലിയ ആളുകളെക്കാൾ കൂടുതൽ റമളാനിന്റെ അവസാനത്തെ രാവിൽ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് റമളാന്റെ അവസാനത്തെ രാവ് എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലൂടെ തെണ്ടി നടക്കാനുള്ളതല്ല. പർച്ചേസിങ്ങിന് ആ രാവ് ഉപയോഗിക്കരുത്. അങ്ങാടി എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ സ്ഥലമാണ്. അവിടെ അന്ന് എല്ലാ തരത്തിലുള്ള തിന്മകളും അരങ്ങേറാൻ സാധ്യതയുള്ള സ്ഥലവും സമയവുമാണ്. റമളാനിന്റെ അവസാനത്തെ രാവ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ ആൺകുട്ടികളെ ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അവരൊക്കെ അങ്ങാടികളിലേക്ക് ഇറങ്ങിത്തുടങ്ങി. തറാവീഹില്ല, പ്രാർത്ഥനയില്ല, നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല. റമളാൻ 1 മുതൽ ഇന്നലെ വരെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതൊക്കെ നിർത്തിവെച്ചിട്ട് അങ്ങാടി തണ്ടുന്ന സംസ്കാരം എവിടെന്നാണ് ഇസ്ലാമിന് കിട്ടിയതെന്നറിയില്ല. എവിടെന്നാണ് മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിനല്ല, എവിടെന്നാണ് മുസ്ലിങ്ങൾക്ക് കിട്ടിയതെന്നറിയില്ല. അതുകൊണ്ട് ആ സംസ്കാരം നമുക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് ഗൾഫിലായിരുന്നാലും നാട്ടിലായിരുന്നാലുമൊക്കെ റമളാനിന്റെ അവസാനത്തെ രാവ് അത് അതിമഹത്തായ പുണ്യമുള്ള രാവാണ്. നേരത്തെ കഴിഞ്ഞുപോയ ഓരോ രാവിലുമുള്ള പ്രത്യേകതകൾ മുഴുവനും ഈ രാവിലുണ്ടെന്ന് ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രാവിനെ നമ്മൾ ആ രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് അതിനെ ആദരിക്കുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് ഇവിടെ കൂടുതൽ ക്ലാസുകളൊക്കെ നടന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിത്ർ സക്കാത്ത് മിക്കവാറും എല്ലാവരും കൊടുക്കേണ്ടതാ. നമുക്കൊക്കെ അറിയാലോ, പെരുന്നാളിന്റെ അന്നത്തെ പകലും പെരുന്നാളിന്റെ രാത്രിയും കഴിക്കാനുള്ള ഭക്ഷണം, ഉടുക്കാനുള്ള വസ്ത്രം, പാർക്കാനുള്ള പാർപ്പിടം, ഒരഭിപ്രായ പ്രകാരം കടം, ഇതും കഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നാണല്ലോ. തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആരൊക്കെയുണ്ടോ അവർക്കും ഈ പറയപ്പെട്ടതൊക്കെ കഴിച്ച് ബാക്കി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചമുള്ളതിൽ നിന്ന് ഒരാൾക്ക് ഒരു സാഅ് അഥവാ 2 കിലോ 650 ഗ്രാം നാട്ടിലെ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം എന്താണോ എങ്കിൽ അത് ഒരാളെ തൊട്ട് 2,650 എന്ന രീതിയിൽ താൻ ചെലവിന് കൊടുക്കൽ എത്ര നിർബന്ധമായ എത്ര ആളുകളുണ്ടോ അവരെ തൊട്ടൊക്കെ, ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 26,500 26 കിലോ 26.5 കിലോ അല്ലെ, 2,650 വെച്ചാകുമ്പോൾ 26.5 കിലോ. 10 പേരുള്ള ഒരു കുടുംബമാണ്, അഥവാ അവന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 2,650 വീതം. അപ്പോ 26,500 അരി വാങ്ങിയിട്ട് അവൻ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കണം. അവൻ ഇവിടെയും അവന്റെ ബാക്കിയുള്ളവരൊക്കെ നാട്ടിലുമാണെങ്കിൽ അവനുള്ളിടത്ത് അവന്റെ ഫിത്ർ സക്കാത്തും ബാക്കിയുള്ളവരെവിടെയാണോ ഉള്ളത് അവിടെ അവരുടെ ഫിത്ർ സക്കാത്തും കൊടുക്കണം. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചൊക്കെ വിശദമായ ക്ലാസ് ഇവിടെ നടന്നിട്ടുണ്ടാകും എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ഇത് റമദാൻ 1 മുതൽ മുന്തിച്ചു കൊടുക്കൽ ജായിസാണ്. റമദാനിന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ് നിർബന്ധമാകുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇമാമ് പുറപ്പെടുന്നതിന്റെ മുമ്പാണ് കൊടുത്തു തീർക്കേണ്ടത്. അതാണ് അഫ്ളലായ സമയം. പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് അന്ന് പെരുന്നാളിന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് പിന്തിക്കൽ ജായിസാണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമുമാണ്. ഇങ്ങനെയൊക്കെ അതിന്റെ മസ്അലകൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാരിവിടെ നൂർ ഫൈസിയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസും നടന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നേരത്തെ നിങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിച്ചിരുന്നതനുസരിച്ച് ശവ്വാലിലുള്ള 6 നോമ്പുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ സാമ റമളാന ثم تبعه 6 من شوال فكأنما صام الدهر كله. ഒരാൾ റമളാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചിട്ട് പിന്നീട് ശവ്വാലിൽ നിന്നുള്ള ഒരു 6 ദിവസം അതിനോട് തുടർന്ന് നോമ്പനുഷ്ഠിച്ചാൽ അവൻ കൊല്ലം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് ചില റിവായത്തുകളിലും ഈ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലും കാണാൻ സാധിക്കുന്നത്. 30 ദിവസം റമളാനിൽ അവൻ നോമ്പ് നോറ്റു. അത് അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 പ്രതിഫലം എന്നുള്ള രീതിയിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുക. അതുകൊണ്ട് 30 നോമ്പിന് 300, 1-ന് 10 എന്ന നിലക്ക് 300 ദിവസം നോമ്പ് നോറ്റ കൂലിയും, പിന്നെ 6 ദിവസം നോറ്റാൽ അതിന് 60 ദിവസം നോമ്പ് നോറ്റ കൂലിയും, അങ്ങനെ 360, ഏകദേശം ഒരു കൊല്ലത്തെ 360 ദിവസങ്ങൾ എന്നുള്ള കണക്കിന് അവൻ കൊല്ലം മുഴുവനും നോമ്പ് നോറ്റതുപോലെയായി എന്ന് ചില റിവായത്തുകളിലും അതോടൊപ്പം ഈ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ ഹദീസിന്റെ വ്യാഖ്യാതാക്കളും ഒക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ നോമ്പ് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾക്ക് റവാത്തിബ് സുന്നത്തുകൾ ഉള്ളതുപോലെയാണ് റമളാൻ മാസത്തിലെ നോമ്പിന് ശവ്വാൽ മാസത്തിലെ സുന്നത്ത് നോമ്പ്. അഥവാ റമളാനിലെ ഫർളായ നോമ്പിന് വല്ല കുറവുകളും ന്യൂനതകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂനതകൾ പരിഹരിക്കാൻ ശവ്വാലിൽ നോക്കുന്ന 6 നോമ്പിനെ കൊണ്ട് കഴിയുന്നതാണ്. അഥവാ നോമ്പ് ഖളായി പോയിട്ടുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി എന്നല്ല, മറിച്ച് നമ്മൾ വല്ല നാവുകൊണ്ട് അരുതാത്തത് വല്ലതും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരു നോമ്പായിരുന്ന സമയത്ത് ഒരു ഹറാമ് നോക്കിപ്പോയി, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പോരായ്മകൾ ആ നോമ്പിന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഈ സുന്നത്ത് നോമ്പ് കൊണ്ട്, ശവ്വാലിലുള്ള 6 ദിവസത്തെ നോമ്പ് കൊണ്ട് സാധിക്കുന്നതാണ്. ഒരാൾക്ക് ഇനി നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ, റമളാനിൽ ഏതെങ്കിലും 1-2 ഒക്കെ നോമ്പ് ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ
ഷവ്വാലിൽ അവൻ ഷവ്വാലിലെ സുന്നത്ത് നോമ്പ് 6 നോമ്പ് നോൽക്കുന്നതിന്റെ കൂട്ടത്തിൽ അവൻ ഖളാ വീട്ടുന്നു എന്ന നിയ്യത്ത് വെച്ചാൽ രണ്ടിന്റെയും പ്രതിഫലം അസുലി പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖളാ എന്ന നിലക്ക് തന്നെ നോറ്റുവീട്ടുകയും ഷവ്വാലിന്റെ 6 ദിവസം വേറെ തന്നെ നോറ്റുവീട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ രീതി. അപ്പോൾ പൂർണ്ണമായ 2 പ്രതിഫലവും ലഭിക്കുന്നതാണ്. എന്നാൽ ഒരാൾ 6 നോമ്പ് നോൽക്കുന്ന സമയത്ത് ഖളാ വീട്ടുന്നു എന്ന നിയ്യത്തും കൂടി ഉണ്ടായാൽ രണ്ടിന്റെയും അസുല് പ്രതിഫലം ലഭിക്കുന്നതാണ്. പിന്നെ ഷവ്വാലിലെ നോമ്പ് ഷവ്വാൽ മാസം 2 മുതൽ തുടർന്നു വരുന്ന 6 ദിവസങ്ങൾ തുടരെ നോൽക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഷവ്വാൽ മാസം കഴിയുന്നതിന്റെ മുമ്പ് ഇടവിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നോറ്റാലും 6 നോമ്പ് തീർത്താൽ മതി, എന്നാലും അതിന്റെ പ്രതിഫലം കിട്ടും. തിങ്കളും വ്യാഴവും അങ്ങനെ നോക്കി നോൽക്കുകയാണെങ്കിൽ അങ്ങനെ നോൽക്കാം. അതല്ല ഷവ്വാൽ 2 മുതൽ തുടരെ 6 ദിവസമാണ്ട് നോൽക്കുകയാണെങ്കിൽ അങ്ങനെയാവാം. ഇനി ഇങ്ങനെയൊന്നും ദിവസം നോക്കാതെ ഈ ഏതെങ്കിലും ദിവസങ്ങളിൽ ഷവ്വാൽ മാസത്തിൽ നിന്ന് 6 ദിവസം നോറ്റാലും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. പക്ഷേ തുടരെ ആയിരിക്കൽ ശ്രേഷ്ഠത കൂടുന്നതാണ്. അങ്ങനെയൊക്കെ ആ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം ഒരുപാടായി എന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതും അതിനുവേണ്ടി ഇവിടെ ക്ലാസ് റൂമിൽ ID പാർക്ക് ചെയ്തിരുന്നതും എല്ലാം റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം എടുത്തെടുത്ത് പറയേണ്ടതില്ല. ഇന്ന് ഇവിടെ കുവൈത്തിൽ ഞങ്ങളുടെ സംഘടനയുടെ ഒരു നേതാവായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരമിയുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് നാട്ടിൽ അടിവാരത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ അതുപോലെ നമ്മളിൽ നിന്ന് കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ റമളാനിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീണ്ടും ഒരു റമളാൻ നോൽക്കാൻ അവൻ തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ നഊദു ബില്ലാഹി മിൻ ശർരി ഹാലി അഹ്ലിൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതിൽ പലരുടെയും മാതാപിതാക്കളുണ്ട്, മറ്റു ബന്ധുമിത്രാദികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. പലരുടെയും ഉസ്താദുമാർ, നമ്മുടെയൊക്കെ മഹാന്മാരായ നേതാക്കൾ ഉസ്താദുമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പരലോകത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ റമളാനിൽ പകുതി നോമ്പ് നോറ്റ് മരണപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഈ കാലയളവിൽ ഒരുപാട് വിഷമങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, കടക്കണിയിൽ കുടുങ്ങിയ ആളുകളുണ്ട്. പലരും പല ആവശ്യങ്ങൾ വെച്ചിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവർക്കും അവരവരുടെ ഹലാലായ മുറാദുകളെ ഈ പരിശുദ്ധമായ രാവിന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് വീട്ടിക്കൊടുക്കുമാറാകട്ടെ. രോഗശയ്യയിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ ഫിത്ർ സക്കാത്ത് മാത്രമല്ല, മുതലിന്റെ സക്കാത്തും ഒക്കെ റമളാനിൽ കൊടുക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കടമുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് കൊടുക്കാൻ ശ്രമിക്കണം. കടം എന്നുള്ളത് വല്ലാത്ത ഒരു പ്രയാസാണ്. കടക്കാര് അവൻ ഇച്ചിരി ശമ്പളമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും കടം ഉണ്ട് എങ്കിൽ അവന് സക്കാത്ത് കൊടുക്കാം. കടമുള്ള ആൾക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. സക്കാത്തിന്റെ അവകാശിയാണ്. അപ്പൊ നമ്മുടെ ബന്ധപ്പെട്ട പല ആളുകളും തന്നെ ഉണ്ടായിന്ന് വരും. നിങ്ങളൊക്കെ അറിയുന്ന പല ആളുകളും ചിലപ്പോ പെങ്ങളെ കെട്ടിച്ചതിന്റെ പേരില്, മകളെ കെട്ടിച്ചതിന്റെ പേരില്, വീട് പണി നടത്തിയതിന്റെ പേരിലൊക്കെ വലിയ രീതിയിൽ കടക്കാരായ ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെയൊക്കെ കണ്ടിട്ട് അവർക്ക് സക്കാത്ത് കൊടുത്താൽ വലിയ കൂലിയാണ്. മറ്റു സാധാരണ ഈ ഫക്കീർ മിസ്കീൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരർത്ഥത്തിൽ കൂലിയുണ്ട് ഇങ്ങനെ കടമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിൽ. അതുകൊണ്ട് അവർ തെരഞ്ഞെടുത്ത് അത് കൊടുക്കാൻ നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നും നിങ്ങൾക്കറിയാവുന്ന ആളുകളോടൊക്കെ കാര്യം ഓർമ്മപ്പെടുത്തണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അഅ്മാലു സ്വാലിഹാത്തിൽ വന്ന നുഖ്സാന് ഒക്കെ പരിഹരിച്ചുകൊണ്ട് അതൊക്കെ ജബർ ചെയ്തുകൊണ്ട് പരിപൂർണമായ അമലായി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിക്കട്ടെ. ഇന്നത്തെ ഈ രാവിലാണ് ലൈലത്തുൽ ഖദ്ർ ഈ വർഷം അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിച്ചവരിൽ നമ്മളെ അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കള്, ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ ഉൾപ്പെടുത്തട്ടെ. കഴിഞ്ഞുപോയ റമളാനിന്റെ ഏതെങ്കിലും രാവുകളിലായിരുന്നു ലൈലത്തുൽ ഖദർ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അനുഗ്രഹം നൽകിയവരിൽ നമ്മളെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ, ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിൽ റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും നൽകി ആദരിച്ച, അനുഗ്രഹിച്ച വിഭാഗത്തിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് പിഎമ്മിലൂടെയും മറ്റും നേരിട്ടുമൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളും അവരെയും തന്നെ നമ്മൾ പലപ്പോഴും മറന്നിട്ടുണ്ടാകും. പക്ഷേ ഒന്നും മറക്കാത്ത, ഒന്നും വിട്ടുപോകാത്ത റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരെയൊക്കെ കാണുന്നുണ്ട്. അവരുടെയൊക്കെ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. അർഹമുർ-റാഹിമീനായ നാഥ, ഞങ്ങൾ ഇത്രയും നേരം നിന്റെ ദീനിന്റെ ഇൽമിനെ കുറിച്ച് പറഞ്ഞത് അതിൽ വല്ല തെറ്റുകളും വന്നെങ്കിൽ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. അത് കേൾക്കാനിരുന്ന എന്റെ സഹോദരന്മാരുടെയും എന്റെയും ഹലാലായ മുറാദുകളെ നിനക്കറിയാം അല്ലാ. ഞങ്ങളിൽ കടക്കാരുണ്ട്, കടങ്ങളെ വീട്ടിത്തരണേ തമ്പുരാനെ. കടം വീട്ടാനുള്ള വഴികളെ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ, ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ പലരെയും ഞങ്ങൾ കണ്ടിട്ടുപോലുമില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഈ ക്ലാസ് റൂമിൽ ഞങ്ങൾ ഒരുപാട് ദീനിയായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങളിൽ പലരും പലരെയും അറിയില്ല. ഏത് നാട്ടുകാരാണ്, എവിടെയാണ് താമസിക്കുന്നത്, ഒന്നും അറിയാതെ നിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് പരസ്പരം ഒരുമിച്ച് കൂടിയവരാണ് അല്ലാ. അങ്ങനെയുള്ള ഈ ഇജ്തിമാഇന്റെ പേരിൽ നാളെ അർശിന്റെ നേൽ ലഭിക്കാൻ കാരണമായ അമലായി ഇതിനെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ, അങ്ങനെ ഞങ്ങൾ തന്നെ നന്നാവാൻ കാരണമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ മക്കളാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഉസ്താദുമാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم آتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم آتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم آتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وآخر دعوانا الحمد لله رب العالمين. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഇന്നത്തെ രാവിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയാലോ. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് എന്നെയും കുടുംബത്തെയും നമ്മുടെ എല്ലാവരുടെയും സംഘടനാ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ മറക്കാതെ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ പെടാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.